ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ എൻ്റെ ഇവിടെ 2 പുതിയ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് പുതിയതല്ല, അത് പഴയ ആളാണ്. ഷിയാബ്. ഷിയാബ് 3 മാസത്തിന് ശേഷം ഇവിടുന്ന് വരിക കേട്ടോ. എവിടെ ഇനി ദുബായ് പോയതിന് ഷിയാബ് 3 മാസം ദുബായ് പോയി. 3 മാസമായി കണ്ടിട്ടോനെ. ജനുവരിയിലിട്ട് പോയതല്ലേ? ജനുവരിയിൽ. അതേപോലെ ഇവിടെ നമ്മളൊരാളുണ്ട്, നമുക്ക് റിസൾട്ട് പറയാൻ ആളെ കിട്ടിയ കേട്ടോ. നമുക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ വീണ്ടും ആൾക്കാരെ കൊണ്ടുവരാണ്. അപ്പോൾ ഇവരുടെ പേരെന്ന് വിഘ്നേഷ്. അപ്പോൾ ആള് ഇവിടുത്തെ ആളാണ്. ഞാൻ കോയമ്പത്തൂരല്ല കേട്ടോ. കോയമ്പത്തൂരില്ല, സ്ഥലം വേളാങ്കണ്ണിയിലുള്ള ആളാണ്. അപ്പോൾ മൂപ്പര് ഇതേപോലെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളാണ്. ഞങ്ങൾക്ക് ഏകദേശം ഒരേ ടൈം ആയിരിക്കും തോന്നുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്ത്. എത്ര ഗ്രാഫ്റ്റാണ് നിങ്ങൾ വെച്ച്? 3000 ഗ്രാഫ്റ്റ്. മലയാളം തരുമല്ലോ പറഞ്ഞാൽ പറ്റൂല? കൊഞ്ചതാ. ഓക്കെ, 3000 ഗ്രാഫ്റ്റ്, അത് 3000 ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട്. മൂപ്പരെ റിസൾട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് നിങ്ങൾ ക്ലിനിക്ക് മനസ്സിലായത്? ഇവിടെ எப்படியா தெரியும் இந்த கிளினிக்ல? ஃப்ரெண்ட்ஸ் சஜஸ்ட் பண்ணாங்க. அவங்க இங்க பண்ணாங்களா? அவங்க ஆல்ரெடி இங்க பண்ணிருந்தாங்க. அப்பதான் தெரியும்ல. ஓகே, எப்படி இருக்கு இப்போ? ஃபீல் பெட்டரா? இப்போ பிஆர்பி ஜிஎஃப்சி பண்ணிட்டு இருக்கேன். பிஆர்பி பண்ணிருக்கேன். பிஆர்பி எவ்வளவு செக்ஷன் பண்ண தெரியுமா? 9 டைம்ஸ் பண்ணிருக்கேன் பிஆர்பி. പിന്നെ തിക്കാ இருக்குல்ல, எப்படி இருந்தது ஆப்ரேஷன் எல்லாம்? இந்த பெயின் இருந்ததா? அதுதான் எல்லாருக்கும் கேட்கணும். இது ஆப்ரேஷன் எப்படி இருக்கும், பெயின் இருக்கும், அதுக்கப்புறம் தலைவலி ஏதாச்சும் அந்த மாதிரி இருந்தா? பெயின் நார்மலாக கொஞ்சம் சர்ஜரி பண்ணும்போது இருக்கும். அனஸ்தீசியா கொடுத்துருந்தாங்கன்னா கொஞ்சம் பெட்டராக இருக்கும்ல? பிரச்சனை இல்லைல்ல? ரொம்ப வலிக்குமா? அதான் பிரச்சனை இல்லை நமக்கு? ரொம்பலாம் வலி இல்லை, நார்மலான பெயின் இருந்தது. பெட்டர். ஓகே. இப்போ நல்லா இருக்கு முடியல, நல்லா திக்கா വരുന്നല്ലോ உங்களுக்கு. നമ്മളെ നാട്ടിൽ തിക്കുണ്ടല്ലേ? പുള്ളി ഫ്രണ്ടിൽ മാത്രമാണ് ചെയ്തത്? ഫ്രണ്ട് ഏരിയ മാത്രം ചെയ്തേ? ഫ്രണ്ട് ഏരിയ. ബാക്കി എല്ലാവരും നല്ല തിക്കുണ്ട്. പിന്നെ പോകാതെ വേറെ നല്ല കറുപ്പാണ്. എവിടെ ഏജ് ഇരിക്കും? 24. അതാ പ്രശ്നം, നമ്മളെ അതുകൊണ്ടാണ് നല്ല തിക്ക, നല്ല മുടി ഇതായിട്ട് നല്ല തിക്കായിട്ട്. ഇവിടെ വെച്ചിരുന്നോ? ടെംപ്ലേറിയം ചെയ്തിട്ടുണ്ടല്ലേ? മൊത്തമായിട്ടാണ് 3000 ഗ്രാഫ്റ്റ്. നിങ്ങൾക്ക് എത്ര? 3500. കുറച്ച് ബാക്കിലേക്ക് ചെയ്തായിരുന്നല്ലോ. പുള്ളിക്ക് ഈ സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് ഇത്രയും നല്ല തിക്കുള്ള മുടിയാണ്. മുടി നല്ല കട്ടിയുള്ള മുടിയാണ്, നമ്മളെ പോലത്തെ മുടിയല്ല, നല്ല കട്ടിയുണ്ട്. പിന്നെ ഫ്രണ്ടോടെയും അത്രയും തിക്നെസ്സിൽ വെച്ചപ്പോ നന്നായിട്ട്. പിന്നെ ഒരു കേൾവി കേൾക്കறதுக்கு, இந்த முடி வச்சது டைம் இல்லையா, நமக்கு വരുന്ന டைம் சுருட்டு முடியா வந்திருந்தா? அதான் நீங்க நார்மல் இதுக்கு முன்னாடி இருந்தல்ல, அந்த மாதிரி தான் வருதா? அந்த மாதிரி இல்ல, கொஞ்சம் மாறி. அதுக்கப்புறம் வெட்ட கொஞ்சம் சரியா வந்திருல? வெட்டிட்டா ஷார்ட்டா வெட்டினா நார்மலா இருக்கும். கொஞ்சம் லென்த்தா வெட்டினா അല്ല എന്റെ ഇപ്പോ റെഡി ആയി. പണ്ട് ഇങ്ങനെ നിൽക്കില്ലേ, ഫുള്ള് സുരുള മുടി ഇതാ വന്നു. എനിക്ക് ചുരുണ്ടിട്ടാ വരുന്നത്. നീ ചെയ്യ, നിന്റെ മുടി ചുരുണ്ടിട്ടാ ശരിയാവും. ഗൾഫിൽ പോയിരുന്നില്ല, അതാണ്. ഇത് പണ്ടതിനാലെ തലവലി அந்த மாதிரி എന്താ? சம்டைம்ஸ் ஓவரா ஸ்வெட் ஆச்சுன்னா ஹெட்டேக் இருக்கா? பின்ன அந்த மாதிரி இங்க குரு வருது உங்களுக்கு? ஃபர்ஸ்ட்ல 3 month 4 month இருந்தது, இப்ப இல்ல, இப்ப நார்மல் ஆயிடுச்சு. அப்ப குரு வரும்போ என்ன பண்ண? வெள்ளம் நல்லா, தண்ணி நல்லா குடிக்க? வாட்டர், தண்ணி நிறைய குடிச்சோம்னா ஒன்றும் பிரச்சனை இருக்கு. അതേ மாதிரி എനിക്ക് പ്രശ്നം ഉണ്ടായി. നോമ്പിന് ബാക്കിൽ നല്ല കുരു ഉണ്ടായിരുന്നു. എനിക്ക് കുരു ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് വെള്ളം സുബൈക്ക് ഇച്ച, പിന്നെ വൈകുന്നേരം കുടിക്കുന്നത് പറയാൻ വേണ്ടി. എനിക്കും ബാക്കിൽ കുരു വന്നായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ പ്രശ്നമില്ല. പിന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ സെറ്റായി, കുഴപ്പമില്ല. ഇപ്പൊ കുരു ഒന്നുമില്ല. മൂപ്പര് റിസൾട്ട് ഞാൻ കാണിച്ചു കേട്ടോ, എടുത്തുനിന്ന് കാണാം. അപ്പോൾ ദൂരത്തായിട്ട് മനസ്സിലാവണ്ടാല. മൂപ്പര് അത്യാവശ്യം നല്ല തിക്കായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം വിഘ്നേഷിന്റെ റിസൾട്ട് കണ്ടത് ഫ്രണ്ട് ഹെയർ ലൈൻ ഉണ്ടോ, കുറച്ചുകൂടിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല ഉള്ളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഫ്രണ്ട് ഹെയർ ലൈൻ ഇതാണ്. ഫ്രണ്ട് ഹെയർ ലൈൻ ഇവിടെ ഇങ്ങനെ ചെറിയ ഡോട്ട് ഉണ്ടോ. അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ചില മുടിൻ്റെ അവിടെ ഇങ്ങനെ ചെറിയ ഡോട്ട്, ഇത് ഹീലാൻ നിൽക്കുന്ന സമയം കേട്ടോ. ചിലവർക്ക് ഇത് പെട്ടെന്ന് പോവും. ഷിയാബിൻ്റെ ഇത് കാണിച്ചപ്പോൾ പറയാം, അതിന് ഒറ്റൊന്നുമില്ല ഇങ്ങനത്തെ കുത്തുകൾ. അപ്പോൾ ഇതാണ് ഇത്ര ഏരിയയാണ് ചെയ്തത് കേട്ടോ. നമുക്കൊരു മുടി ഓൾറെഡി നല്ല തിക്കുള്ള മുടിയാണ്. ഇപ്പോൾ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെയാണ് എടുത്ത ഭാഗം എന്ന് പറയണില്ല. ബാക്ക് പോർഷൻ ഇതാണ്. ബാക്ക് പോർഷനും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ, നല്ല വൃത്തി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഷിയാബ് ദുബായൊക്കെ പോയി വിസിറ്റ് ചെയ്ത് അവിടെയൊക്കെ കണ്ടുവന്നാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗൾഫുകാർക്കാണ് മുടി പോയിച്ചില്. അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ്. ഇജ്ജ് ഗൾഫിൽ പോയില്ലല്ലോ ഇതിനു മുമ്പ്? നല്ല മുടി എങ്ങനെ പോയതപ്പോൾ? ഞാൻ കൊച്ചിയിലൊക്കെ പോയതല്ലേ. കൊച്ചി ഒരു ഗൾഫ് പോലെ തന്നെയാണ്. അവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ മാറ്റണ്ടേ. അപ്പോൾ നാട്ടിലത്തെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ മുടി മെയിനായിട്ട് പോയത്. ഇപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ലാസ്റ്റ് ഒരു 2 year ആയിട്ട് കയറാൻ പെട്ടെന്ന് എൻ്റെ മുടി പോയിട്ടുണ്ടാവാം. അതിൻ്റെ മുമ്പ് അങ്ങനെ വല്ല പോകുന്നുണ്ട്. അന്നേ നമ്മൾ തപ്പലൊടുങ്ങിയാണ് എന്താ ഇതിന് കാട്ടുന്നുള്ളത്. അപ്പോൾ കുറേ മറ്റേ ഇതുണ്ടല്ലോ, നല്ല എണ്ണത്തിന് പറയാം, കുറേ എണ്ണയും മറ്റേതൊക്കെ ഉണ്ട്. നിയോ ഹെയർ ലോഷൻ ലോഷൻ കേട്ടോ, അത് ഞാൻ ഫസ്റ്റ് വെച്ച് ചോദിച്ചതാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിയോ ഹെയർ ലോഷൻ യൂസ് ചെയ്തിട്ട് ഡോക്ടർ ബട്രാസിനെ പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോടാണ് കൺസൾട്ട് ചെയ്തത്.
അതിനുശേഷം കുറെ നാട്ടുവൈദ്യൻ അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ, അവര് കുറെ എണ്ണ വാങ്ങി തലയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂ ഹെയർ ലോഷനിൽ തന്നെ അതിൽ തന്നെ മറ്റേ ഇതുണ്ടാവില്ലേ, റോളർ, ഡെർമാ റോളർ. ഞാനത് ഒരു വർഷത്തോളം ഉപയോഗിച്ചിട്ടോ. ആ ഡെർമാ റോളർ ഉന്തിന്റെ പകുതി വേദന തയ്ച്ചാൽ മതി, അന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. ഒരുപാട് റോൾ ചെയ്തിട്ട് ഒരുപാട് പ്രാവശ്യം നല്ലപോലെ തലവേദന വരുമായിരുന്നു, നല്ലപോലെ ഹെഡ് പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന കാരണം എന്താ, ഞാൻ ഖത്തറിൽ പണിയെടുക്കുമ്പോൾ എൻ്റെ അപ്പുറത്ത് ശ്രീലങ്കയിൽ പണിയെടുക്കുന്ന ആളുണ്ട്. അവന് മുടി ഉള്ളു കുറവാണ്. അവന് ഇത് തേച്ചിട്ടുണ്ട് നല്ല ഉള്ളു ഇങ്ങനെ കണ്ടു പെട്ടെന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ന്യൂ ഇയർ ലോഷനാണെന്ന് പറഞ്ഞു. അവിടുന്ന് 150 റിയാലും കൊടുത്ത് ഒരു മാസം 1 ദിവസമൊക്കെ കിട്ടുള്ളൂ ഈ സാധനം. ഡെയിലി തേച്ചു, ഒരു വർഷത്തിനടുത്ത് തേച്ചു. എനിക്ക് ഒരൊറ്റ മുടി വന്നില്ലല്ലോ. പക്ഷെ ചില ആൾക്കാർക്ക് കാരണം കഷണ്ടി ഉള്ള ആൾക്കാർക്ക് ഡെർമാ റോളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് വരും. പക്ഷെ അത് അത്രയും യൂസ് ചെയ്യണം, കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്ത്. പക്ഷെ ഞാനും 1 മാസം 2 മാസം യൂസ് ചെയ്തു, പക്ഷെ എനിക്ക് ഒരു മാറ്റം വന്നില്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നാട്ടിൽ വന്നപ്പോ വേറെ വഴിയില്ല, പിന്നെ പറ്റുപോയില്ലേ, ട്രാൻസ്ഫോർമേഷൻ ഓപ്ഷൻ ഇല്ലാതായി. പിന്നെ മിനോക്സിഡിലാണ് കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മിനോക്സിഡിൽ യൂസ് ചെയ്തു. അത്യാവശ്യം മുടി വന്ന പോലെ ഉണ്ടായിരുന്നു, നിർത്തി ഉള്ള മുടി മൊത്തം പോയി, സെറ്റായി. ഞാൻ അത് ഉപയോഗിച്ചിട്ടേ സത്യം പറഞ്ഞു. പിന്നെ ഈ ഡെർമാ റോളറിന്റെ കാര്യം ഞാൻ ഡോക്ടറോട് ചോദിച്ചിന്. പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ റൂട്ട് ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ സാധനം വരുള്ളൂ. നമുക്ക് മിനോക്സിഡിലും അതേപോലെ തന്നെയാണല്ലോ, നമ്മൾ മൊത്തം മൊട്ടയ തലയിൽ എന്തായാലും വരൂല. അപ്പൊ ആ റൂട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡെർമാറോൾ വെക്കുമ്പോൾ അവിടെ എനിക്ക് ബേബി ഹെയർസ് ഉണ്ടായിരുന്നു, അതിലടക്കം ഡെർമാറോളർ യൂസ് ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് ഡെഡ് സെൽ ആയതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് പിന്നെ മുടി എനിക്ക് വന്നിട്ടില്ല. അതിനുശേഷം മിനോക്സിൽ യൂസ് ചെയ്തു. അത്യാവശ്യം എനിക്ക് അറിയില്ല കേട്ടോ, വന്ന പോലെ തോന്നി, പക്ഷെ സ്റ്റോപ്പ് ചെയ്തു. എല്ലാം നിർത്തിയതിന് ശേഷമാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അതിനുശേഷം എല്ലാം പക്കയായി. പക്ഷെ അതിനുശേഷം ദുബായിൽ പോയപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി മുടി പൊട്ടുന്ന പ്രശ്നമൊക്കെ. എനിക്കറിയില്ല അത് ഇപ്പോൾ വെള്ളം കുടിക്കാത്തതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടുത്തെ വാട്ടർ വെതറിൻ്റെ ആണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ മുടി പൊട്ടിപ്പോകുന്ന ഒരു ഫീലാണോ അത് മുടി കൊഴിഞ്ഞു പോകുന്ന ഫീലാണോ എന്ന് എനിക്കറിയാം. മുടി ചീകുമ്പോഴും ചേപ്പിൽ നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തോർത്തുമ്പോഴും മുടി ഉണ്ടായിരുന്നു. അത് എന്താ ഫുഡ് കുറവായിട്ടും അതേപോലെ വെള്ളം കുടി, പിന്നെ ഉറക്കത്തിന്റെ പ്രശ്നം, അങ്ങനെയൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നാട്ടിൽ വന്ന ശേഷം കുളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇനിയിപ്പോ അതുകൊണ്ടാണ് പേടിച്ചിട്ടാണ് ഇപ്പൊ വന്നിട്ട് PRP പെട്ടെന്നില്ല ഒന്നുമാണ്. ഇനി 2 മാസം കൂടി നമ്മളെ ടോട്ടൽ റിസൾട്ട് വരട്ടെ. നമുക്ക് 1 വർഷം നമ്മൾ റിസൾട്ട് 1 വർഷം കഴിയുമ്പോൾ അത്രയും മുടിയായിരിക്കും നമുക്ക് ഉണ്ടാവുക, അത്ര തിക്നെസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മറ്റേ വേറൊരാളെ വേണം, ഒരാള് കേരളത്തിൽ നിന്ന് ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് കണ്ടായിരുന്നു. പുള്ളി 3 വർഷം ചെയ്തിട്ട് 3 വർഷമായി. അത് രസം വെച്ചാൽ അയാളെ കണ്ടിട്ടോ, കണ്ടപ്പോ ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോ 3 മാസമായി ചോദിച്ചാൽ ഫസ്റ്റ് 3 പറഞ്ഞപ്പോ 3 വർഷമായി ചേരുക. പക്ഷെ നമ്മളൊക്കെ ഷെഡിങ് ടൈം കഴിഞ്ഞു വരില്ലേ, അതേ ഫീൽ അയാൾ മുടി കണ്ടിട്ട്. അപ്പൊ അന്നേ അത്ര തിക്നെസ് ഉള്ളല്ലോ. അവര് 3000 കഷ്ടം ചെയ്ത് 3000 ഗ്രാഫ്റ്റാണ് ചെയ്ത. പക്ഷെ ഒരു 3 മാസത്തെ ഫീലാണ് ചെയ്തിട്ട്, 3 മാസത്തെ ഫീലാണ്. കാരണം മുടി വരുന്ന ഷെഡിങ് ടൈം അതിന് മുടി വരുന്ന ഒരു ഫീലാണ്. അപ്പൊ ഓരോരോ ക്ലിനിക്കും ഓരോ ഇതിലേക്കാണ്. അപ്പൊ ഇവിടെ നല്ല തിക്നെസ് ഉണ്ട്. ഒന്നും പറയല്ല, ഞങ്ങൾ പറയാൻ തോന്നരുത്. കാരണം അത്യാവശ്യം മറ്റേ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുമ്പോ തന്നെ കുറെ പേര് ഇത് കണ്ടാണ് ചെയ്തോലുണ്ട്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇതിലൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിക്കായിട്ട് മുടി വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് ഒന്ന് കണ്ടാല് ഈ ഹെയർ ലൈൻ കണ്ട ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അറിഞ്ഞവർക്ക് മാത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. ദൂരം നോക്കിയാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തോന്നാണ് കുറെ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അറിയുന്നില്ല, എൻ്റെ ഹെയർ ലൈൻ കറക്റ്റായിട്ട് പഴയതുപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും. ഇവിടെ വന്നിട്ട് കുറെ ആൾക്കാരെ കാണുന്നുണ്ട് ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് മുടി വന്ന ആൾക്കാർ. എനിക്ക് ഇവിടെ വന്നിട്ട് പോസിറ്റീവ് മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ വരുമ്പോഴൊരു രസമാണ്, കുറെ ആൾക്കാർ നമ്മളെ വീടെ കണ്ടു വന്ന, പിന്നെ അതേപോലെ PRP ചെയ്യാൻ GFC ചെയ്യാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നോല് അവരെ കാണും. പിന്നെ എല്ലാവരും വീട് ചെയ്ത് നിൽക്കില്ല. കാരണം ഇതെന്ന് പറഞ്ഞാല് നമ്മൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ചെയ്യലാണ്. അപ്പൊ പുറത്തറിയരുതല്ലോ നമുക്കിത് മുടി ഇല്ലേന്നുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ അത്യാവശ്യം റിച്ചുള്ളതുകൊണ്ടായിരിക്കും ആരും വരുന്നില്ല. എൻ്റെ 2-3 വീഡിയോ ഇപ്പൊ നിന്റെ കൂടെ നിൽക്കുമ്പോൾ വീഡിയോകളാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ അറിയാൻ പറ്റും എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര തിക്കായിട്ട് വരുന്നുണ്ട്. പക്ഷെ വരുന്ന മുടി ഇപ്പൊ ചുരുണ്ടിട്ടാ നിൽക്കണെന്ന് മാത്രം. ഇപ്പൊ 5 പ്രാവശ്യം ഞാൻ കട്ട് ചെയ്തു മുടി. അത്യാവശ്യം ഫസ്റ്റ് ഒന്നും നിൽക്കണല്ലോ, ചുരുണ്ട. ഞാനിപ്പോൾ 5 പ്രാവശ്യം മുടി കട്ട് ചെയ്തു. ഇപ്പോഴും എനിക്ക് മുടി അത്യാവശ്യം തിക്കാണ് വരുന്നത്. എനിക്ക് അതിന് ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു സംഭവത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. സെറ്റാണ്. ഏതായാലും ഇനി ഇവന്റെ റിസൾട്ട് കൂടി കാണിക്കാം. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവൻ്റെ കണ്ടോ ആ കുത്തില്ല തലയിൽ. അത് പെട്ടെന്ന് ഹീലാണ് ശരീരമാണ് അവൻ്റെ കാര്യം. ഏത് മുറി എന്താ പറയുക കൊള്ളാൻ പറ്റി തടിയാണ്. അവൻ്റെ മുടി ഇതാണ് ഈ സെറ്റായി. പണ്ട് കണ്ടെങ്കിൽ പണ്ടത്തെ വീഡിയോ കണ്ടോൽക്കാരാ എങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു.
ഇവിടെ കുറച്ച് കൂന മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നും ഇല്ല, ഇനി സൈഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എടുത്ത പോർഷൻ കാണിച്ചു തരാണെങ്കിൽ ഇതാ എടുത്ത ബാക്ക് പോർഷനൊക്കെ അതാ പറയുന്നത് നരച്ചുണ്ടാകും കൂടി. ബാക്ക് പോർഷനൊക്കെ നല്ല വൃത്തിക്കുണ്ട്, കണ്ടാലൊന്നും മനസ്സിലാവില്ല സംഭവം. ഒരു പച്ച കുറ്റിയൊക്കെ അങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് അത് നമ്മൾ കണ്ടതാണ്, അല്ലാതെ ഒന്നും മനസ്സിലാവണില്ല. സംഭവം വൃത്തിയാക്കണോ ചോറൊക്കെ. ഏതായാലും ഇനിയും ട്രാൻസ്ഫോർമേഷൻ ഞാൻ മടിച്ചിരിക്കുന്നോണ്ട് പറയാതെ ചെയ്യട്ടോ, വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ ബിഗോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് കാര്യം അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉള്ള മുടി പോവുള്ളൂ. പിന്നെ ഒരു സ്മെല്ല് ഉണ്ടാവുന്ന ബിഗിനി സ്മെല്ല് ഉണ്ടാവും ഞാൻ പറഞ്ഞു കേട്ടിട്ട്. എന്റെ ഫാദർ ഈ സാധനം ഉപയോഗിച്ചാണ്, കാരണം ഇത് വാഷ് ചെയ്യുന്ന ഒരു പണിയാണ്. ഒന്നും വേണ്ട, ഉച്ചക്ക് ബിഗൊക്കെ കഴിച്ചിട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോളിമില്ല് പുറത്തിരിക്കണേ, ഇത് ഫിറ്റ് ആയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ ഡോർ എടുക്കാൻ. അത്ര റിസ്ക് സംഭവം ഞാൻ കണ്ടതാണ്. പിന്നെ മറ്റേ നമ്മുടെ എന്താ ഡെലിവറി സിനിമയിലെ എന്താ കേശു അതിലെ മറ്റേ ബസ്സിൽ മുടി പാറിപ്പോയില്ലേ, സീനാണ്. വിഗൊക്കെ വെക്കുന്നതിനേക്കാളും നല്ലത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മുടി സെറ്റ് ആക്കണ ഏറ്റവും ബെസ്റ്റ്. പൈസ മാറ്റില്ലാണ്. കോയമ്പത്തൂരത്ത് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ബിഗ് വെക്കുന്നതിന് ചെറിയ പൈസ മാറ്റുള്ളൂ. ബിഗിന് നല്ല 20 രൂപയ്ക്ക് വരുന്നു തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. 20 രൂപ. അതിലേറെ എനിക്ക് ഇപ്പൊ എത്ര വന്നത് 35 രൂപ. എനിക്ക് മൊത്തം ട്രാൻസ്പ്ലാന്റ് വന്നത് മെഡിസിൻ അടക്കം 38 രൂപ. ടോട്ടൽ എക്സ്പെൻസ് തീർന്നില്ലേ? ഇവിടെ വന്നാലേ നാട്ടിൽ ഇതിന് ഡബിൾ ആവും. ശരിയാണ്. പക്ഷെ എനിക്ക് എല്ലാത്തിനേക്കാളും ഹാപ്പി. ഇപ്പോൾ നാട്ടിൽ ഒരുപാട് അമ്മമാരുടെ എണ്ണ തേച്ചു, അതേപോലെ നിയോ ഹെയർ ഓയിൽ യൂസ് ചെയ്തു, പിന്നെ ബട്രാസ് അങ്ങനത്തെ ഒരുപാട് കൺസൾട്ടിങ്ങിൽ പോയി. എന്നിട്ടടക്കം എനിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. സീരിയസ്ലി ഞാൻ പറയാം, ഇപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മുടി നന്നായി നല്ല തിക്കായിട്ട് വന്നിട്ട് സെറ്റാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണണ്ടോ? ഇനി നാട്ടിലുണ്ടല്ലേ? പിന്നെ ഞാൻ അപ്പോൾ ഇനി അടുത്ത ഇതിനൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം, കുറച്ചുകൂടി വീഡിയോ ഇടാം. നിങ്ങളെ അറിവിൽ ആരെങ്കിലും ഇതേപോലെ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തോലുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി ചെയ്യാനുള്ളവർക്ക് അതൊരു പ്രചോദനമാവും. അപ്പോൾ മുടിയില്ല എന്ന് വിചാരിച്ചാൽ ആരും ടെൻഷൻ ആവണ്ട, പോയി ചെയ്യുക. 100% വരും കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്ലിനിക്കുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അത് പറഞ്ഞിട്ട് അന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാതായിരിക്കും. ബൈ ബൈ.